കയറ്റത്തിൽ 3 പേര് വെച്ച് ഓടിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പൊന്തി പോകുന്നു. ഇതിനുള്ള മറുപടി പറയാം. പക്ഷെ അതിനു മുന്നേ ബിഗിനർ ലെവലിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ്, ഒന്നുകിൽ വണ്ടി ഓഫായി പോകും അല്ലെങ്കിൽ ഫ്രണ്ട് പൊങ്ങിപ്പോവും, അതും ഫ്ലാറ്റ് സർഫസിൽ പോലും. ഇതിനുള്ള മെയിൻ റീസൺ നിങ്ങളുടെ ക്ലച്ച് കൺട്രോൾ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് പറയാം. ആദ്യം തന്നെ നിങ്ങളുടെ ക്ലച്ച് ലിവറിന് കമ്പനി പറയുന്ന അത്രയും ഫ്രീ പ്ലേ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി ഒരു നിരപ്പായ റോഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റിലിട്ട് ക്ലച്ച് നമ്മൾ പതിയെ റിലീസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ വണ്ടിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. ഇതിനെയാണ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് മുതൽ എഞ്ചിനിൽ നിന്ന് വീലിലേക്ക് ചെറിയ രീതിയിലാണ് പവർ വരുന്നത്. നമ്മൾ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുന്നതനുസരിച്ച് എഞ്ചിനിൽ നിന്ന് വീലിലേക്ക് കിട്ടുന്ന പവറും പതിയെ കൂടാൻ തുടങ്ങും. വണ്ടിയുടെ സ്പീഡും പതിയെ ഇൻക്രീസ് ആവും. സോ ഇങ്ങനെ പാർഷ്യലായിട്ട് എഞ്ചിനിൽ നിന്ന് വീലിലേക്ക് പവർ പോകുന്ന ആ ഒരു ക്ലച്ചിന്റെ പോയിന്റിനെയാണ് ഫ്രിക്ഷൻ സോൺ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു പോയിന്റിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ആ ഫ്രിക്ഷൻ സോൺ കഴിയും, എഞ്ചിനിൽ നിന്ന് ഫുൾ പവർ വീലിലേക്ക് കിട്ടും. അവിടെ മുതലാണ് നേരത്തെ പറഞ്ഞ ക്ലച്ചിന്റെ ഫ്രീ പ്ലേ വരുന്നത്. ബിഗിനർ ലെവലിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫ്രിക്ഷൻ സോണിലായിരിക്കുമ്പോൾ ഒന്നുകിൽ ക്ലച്ച് പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കും, അല്ലെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്രേക്ക് പിടിച്ച് വെച്ചിരിക്കും. ക്ലച്ച് പെട്ടെന്ന് വിട്ട് ത്രോട്ടിലും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് കൊണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ക്ലച്ച് പതിയെ റിലീസ് ചെയ്യാണ്, പക്ഷേ ബ്രേക്ക് പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആയും പോകും. സോ ആസ് എ ബിഗിനർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത്യാവശ്യം സമയമെടുത്ത് നിങ്ങളുടെ വണ്ടിയുടെ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റും ഫ്രിക്ഷൻ സോണും എങ്ങനെയാണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇത് കഴിവതും നമ്മൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും എംറ്റി ഗ്രൗണ്ടിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി പറഞ്ഞു തരാൻ നല്ല എക്സ്പീരിയൻസും ക്ഷമയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനുള്ള ആ ഒരു മറുപടി വേറൊരാൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.